ചില കുട്ടികൾ ക്ലാസ് ഇരിക്കുമ്പോൾ പലതരം ചേഷ്ടകളും കാണിക്കാറുണ്ട്. മൂക്ക് വലിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പലതരം ശബ്ദം ഉണ്ടാക്കുക, ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു ടച്ച്, ഒരു മൂവ്മെന്റ്, ഒരു ഗ്രിമേസിങ്, മുഖം ചുളിക്കുക, ഫ്രോൺ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈയും കാലും ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ഉണ്ടാവുക. ഇത് സാധാരണ കാണുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് പേര് ടിക്സ്, മോട്ടോ ടിക്സ് എന്ന് പറയും. ചില ആൾക്ക് കോംപ്ലക്സ് മോട്ടോ ടിക്സ് കൂടുതലായിട്ട് ഉണ്ടാക്കുക, പലതരം ആക്ഷൻസ് ഇതിന് കൂടെ വരാം. ഇതിന് പേര് കോംപ്ലക്സ് മോട്ടോ ടിക്സ്, അല്ലെങ്കിൽ ഗിൽസ് ഡീലൈറ്റ് ടോററ്റ് സിൻഡ്രോം എന്ന് പറയും. മിക്കവാറും ഒരു 90% ആൾക്ക് ചെറിയൊരു ചെറിയൊരു ചേഷ്ടകളും ചെറിയൊരു അവസ്ഥ, ഒരു ജസ്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ സിമ്പിൾ മോട്ടോ ടിക്സ്. ഇത് വളരെ കോമൺ ആണ്. ഇതിന് ചെറിയ ചികിത്സ കൊടുത്താൽ അത് മാറാവുന്നതാണ്. പലപ്പോഴും ടീച്ചേഴ്സ് പറയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ് ഇതുപോലെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ മനസ്സിലാക്കുക, ഇത് ചിലപ്പോൾ ടിക്സ് ആവാം, മോട്ടോ ടിക്സ് ആവാം. പക്ഷേ മനസ്സിലാക്കുക, മോട്ടോ ടിക്സിന് പല കാര്യങ്ങളും വരാം. ചില മരുന്ന് കൊണ്ട് വരാം, ചില ഈ തൈറോയിഡ് അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ പാരമ്പര്യ രോഗങ്ങൾ കൊണ്ടുവരാം. പക്ഷെ സാധാരണഗതിയിൽ മോട്ടോ ടിക്സ് വളരെ സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ്. വലിയ കൂടുതലായിട്ടൊരു മാരകമായിട്ടുള്ള അസുഖമല്ല. ചെറിയ മരുന്ന് വഴി നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.